ബി.ജെ.പി നേതാക്കളെ വെട്ടിലാക്കി വാർഡ് കൗൺസിലർ അനിൽകുമാറിന്റെ ആത്മഹത്യാക്കുറിപ്പ്. അനിൽകുമാർ നേതൃത്വം നൽകുന്ന സഹകരണ ബാങ്ക് സാമ്പത്തികമായി തകർന്ന സമയത്ത് പാർട്ടി സംരക്ഷിച്ചില്ലെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. സഹായം അഭ്യർത്ഥിച്ച അനിൽ തന്നെ കണ്ടതായി ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും സ്ഥിരീകരിച്ചിട്ടുണ്ട്. സുലേഖ ശശികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അസിത, എന്തായാലും ബി.ജെ.പി നേതൃത്വത്തെ വെട്ടിലാക്കുന്നതാണ് ഇത്തരത്തിൽ തിരുമല അനിലിന്റെ ആത്മഹത്യ എന്നുള്ളത് തന്നെയാണ്. ഇന്നു രാവിലെയാണ് ബി.ജെ.പി കൗൺസിലറും അതിനൊപ്പം തന്നെ ബി.ജെ.പിയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ തിരുമല അനിൽ കൗൺസിലറുടെ മുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ആ മുറിയിൽ നിന്ന് ഒരു ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട് പോലീസ്. ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഇത്തരത്തിൽ തിരുമല അനിൽ പറഞ്ഞു വെക്കുന്ന കാര്യമെന്ന് പറയുന്നത്, താൻ നേതൃത്വം നൽകുന്ന ബാങ്ക് അത് വലിയശാലയിൽ പ്രവർത്തിക്കുന്ന ഫാം ടൂർ സൊസൈറ്റിയാണ്. ഈ സൊസൈറ്റിയിൽ സാമ്പത്തിക ബാധ്യതയുണ്ട്. അതിൽ പാർട്ടി തനിക്കൊപ്പം നിന്നില്ല, തന്നെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി, തന്നെയും കുടുംബത്തെയും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൽ മനംനൊന്താണ് തൻ്റെ ആത്മഹത്യ എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞു വെക്കുന്നത്. അതിനൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ പാർട്ടി തനിക്കൊപ്പം നിന്നില്ല എന്ന് പറയുന്ന ഘട്ടത്തിൽ തന്നെ ആ പൈസ അതിൽ നിന്ന് ഒരു രൂപ പോലും താനോ തൻ്റെ കുടുംബമോ എടുത്തിട്ടില്ല എന്നുകൂടി ആത്മഹത്യാക്കുറിപ്പിൽ തിരുമല അനിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭ അന്വേഷണം നടത്തുമെന്നുള്ളത് തന്നെയാണ്. നഗരസഭാ കൗൺസിലർ ആയതുകൊണ്ട് തന്നെ ഇതിലൊരു അന്വേഷണം ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തുകൊണ്ട് ഇത്തരത്തിലൊരു ആത്മഹത്യ, ഈ ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ പരിശോധന ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മേയർ വ്യക്തമാക്കുന്നത്. എന്താണ് എന്ന് മനസ്സിലാക്കട്ടെ, നമുക്ക് വിശദമായ വിവരങ്ങളൊക്കെ കിട്ടി എന്താണെന്ന് അതിനെപ്പറ്റിയുള്ള അഭിപ്രായമൊക്കെ ഇതിന് ശേഷം പറയാം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം സഹപ്രവർത്തകരോടൊപ്പം പൂർണ്ണമായി ഞങ്ങളെല്ലാവരും ഉണ്ട്. അങ്ങനെ ഒരു സംസാരം ഉണ്ടായിരുന്നു എന്ന് ശ്രദ്ധയിലുണ്ട്. പലപ്പോഴും നമ്മൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അത് അസുഖത്തെ കൂടി എനിക്കൊന്ന് അദ്ദേഹം പണ്ടത്തേനേക്കാൾ അദ്ദേഹം ആരോഗ്യപരമായി കൂടി ക്ഷീണിച്ചതാണ് നമ്മൾ കൂടുതൽ ഗൗരവമായി എടുത്തിരുന്നത്. സംഭവത്തിൽ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. ഈ കുറിപ്പിന് താഴെ ഇത്തരത്തിൽ ബി.ജെ.പി പ്രവർത്തകരുടെ വലിയ രീതിയിലുള്ള വിമർശനം അത് ഉയർന്നു വന്നിരുന്നു. ഇത്തരത്തിൽ ഈ പോസ്റ്റിൽ തന്നെ നേരത്തെ 2 ദിവസം മുൻപ് തിരുമല അനിൽ തന്നെ കാണാൻ വന്നിരുന്നെന്നും സംസാരിച്ചിരുന്നെന്നും രാജീവ് ചന്ദ്രശേഖരൻ വ്യക്തമാക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ കൂടിയാണ് ബി.ജെ.പി പ്രവർത്തകരുടെ വലിയ രീതിയിലുള്ള വിമർശനം ഈ ഫേസ്ബുക്ക് കുറിപ്പിന് താഴെ വരുന്നത്. ഇത്തരത്തിൽ കന്യാസ്ത്രീകളെ സംരക്ഷിക്കാൻ കഴിയുന്ന സംസ്ഥാന അധ്യക്ഷന് പ്രവർത്തകരുടെ കാര്യങ്ങൾ അറിയാൻ സമയമില്ല എന്ന തരത്തിലാണ് ഈ പ്രവർത്തകരുടെ വിമർശനങ്ങളൊക്കെ തന്നെയും വന്നത്. വലിയ രീതിയിലുള്ള വിഭാഗീയത അത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തിരുമല അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അത് ബി.ജെ.പിക്കകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ സംഭവം റിപ്പോർട്ട് ചെയ്യാൻ പോയ സമയത്ത് നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർക്ക് നേരെ വലിയ രീതിയിലുള്ള അക്രമം ബി.ജെ.പി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. നമ്മുടെ മാധ്യമങ്ങളുടെ ക്യാമറയും മൈക്കും തല്ലിപ്പൊട്ടിക്കുന്ന സാഹചര്യം, ആക്രമിക്കുന്ന സാഹചര്യം, കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യം ഒക്കെ തന്നെയും ആ സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും തിരുമല അനിലിന്റെ ആത്മഹത്യ അത് ബി.ജെ.പിയിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ സാമ്പത്തിക ബാധ്യത ഉണ്ടായ ഘട്ടത്തിൽ അത് ബി.ജെ.പി നേതൃത്വം നൽകുന്ന തിരുമല അനിൽ നേതൃത്വം നൽകുന്ന സഹകരണ സൊസൈറ്റിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിൽ പാർട്ടി തനിക്കൊപ്പം നിന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് തിരുമല അനിൽ ഈ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ശരി, സുരേഖ ശശികുമാർ വിവരങ്ങൾ നൽകിയത്.